അയ്യോ കക്കൂസി പോയി പോയി മടുത്തു. അയ്യോ ഞാനിവിടെ കിടന്ന ചത്തുപോവേ. അയ്യോ അയ്യോ. മുത്തശ്ശി എഴുന്നേക്ക്, നന്നായിട്ട് വെള്ളം കുടിക്കേ, അപ്പൊ എല്ലാം ശരിയാവും. എനിക്ക് വേണ്ട, കൊണ്ടുപോടി അവിടുന്ന്. അയ്യോ എന്നാ മുത്തശ്ശി നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. ആര് കൊണ്ടുപോകാനാടി? നമ്മളായിട്ട് പോകാന്ന് വിചാരിച്ചാ പിന്നെ അവര് നമ്മളെ ഇവിടെ കേറ്റില്ല. അയ്യോ അയ്യോ എന്ത് പറ്റും മുത്തശ്ശിക്ക്? എന്തിനാ മുത്തശ്ശി കരയുന്നത്? സന്തോഷം കൊണ്ട് കരയുന്നതാ. നിനക്കൊക്കെ സമാധാനമായല്ലോ. എന്താ സോമാരിയമ്മ കാര്യം? ഞങ്ങളുടെ അറിയട്ടെ. പറഞ്ഞു കൊടുക്കടി അങ്ങോട്ട്. അതെ, ജയഭാരതി മുത്തശ്ശിക്ക് ചട്നിയില് ഞങ്ങള് വിമ്മ കലക്കി വെച്ചു. അവരത് പിടിച്ചു. അത് മുഴുവൻ എല്ലാരും കൂടെ നിർബന്ധിച്ച് മുത്തശ്ശി കൊണ്ട് കഴിപ്പിച്ചു. മുത്തശ്ശി അപ്പ തുടങ്ങി പരാക്രമ. അയ്യോ പാവല്ലേ. അതാ മുത്തശ്ശി കരയുന്ന. അല്ല മുത്തശ്ശി. അയ്യോ അല്ല, ചട്ടിയില് വിമ്മ കലക്കിയിട്ടുണ്ടെന്ന് മുത്തശ്ശിക്ക് അറിഞ്ഞൂടെ? പിന്നെ എന്തിനാ എടുത്ത് കഴിക്കാൻ പോയത്? എല്ലാവരും കൂടി ഭീഷണിപ്പെടുത്തിയാ പിന്നെ കഴിക്കാതിരിക്കുന്ന എങ്ങനെയാ? അയ്യോ ഓ എല്ലാവരോടും കൂടിയൊക്കെ ഒന്ന് ബഹളം വെച്ച് എഴുന്നേറ്റ് പോവായിരുന്നില്ലേ? നിങ്ങളൊന്നും കരുതുന്ന പോലെ അല്ല. എടി അവർക്കൊക്കെ എല്ലാം അറിയാം. നമ്മുടെ സകല അഭ്യാസം അവര് പിടിച്ചിട്ടുണ്ട്. അയ്യോ അയ്യോ എനിക്കൊട്ടും അയ്യേ. എന്റെ വയറ്റിലേതാണ്ട് ഉരുണ്ട് കയറുന്നേ. അയ്യോ സുകുമാരി മുത്തശ്ശി നല്ല ബുദ്ധിയുള്ള ആളാണെന്നാ കരുതിയത്. അടി തെറ്റിയാലേ ആനയും വീഴൂന്ന് പറയുന്നത് ഇതാ അല്ലേ ചെറിയ? അടി തെറ്റിയ ആനയല്ലടി നിന്റെയൊക്കെ. പൊടി ഇറങ്ങിക്കാരുണ്ടെന്നോ? ഇറങ്ങി പോവാൻ. വാ ചെറിയമ്മ. അയ്യോ എടി ഒന്ന് അമർത്തി തടവടി. ഉള്ള കാര്യം പറയാലോ, തള്ളക്ക് കുറച്ച് അഹങ്കാരം കൂടുതലാ. ഇതോടുകൂടി അതങ്ങ് പോയിക്കും. അയ്യോ അയ്യോ മാറി. അയ്യോ അയ്യോ ഞാനേ ബൈക്ക് തട്ടിയെടുത്തതും തിരിച്ചു വെച്ചിരിക്കുന്നതും നിങ്ങളുടെ ഈ ഓഫീസിന്റെ 500 മീറ്റർ റേഡിയസിനകത്താണ്. ദാറ്റ് മീൻസ് നിങ്ങളുടെ തൊട്ടടുത്ത് കൊലയാളിയുണ്ട്. ഹോട്ടലിൽ നിങ്ങൾക്കെതിരെ ആക്രമണം ഉണ്ടായതും നിങ്ങളുടെ ഭാര്യയെ ഷൂട്ട് ചെയ്യാൻ ശ്രമിച്ചതും ഈ ബൈക്ക് തട്ടിയെടുത്തതും ഇതെല്ലാം CCTVയിലുണ്ട്. പക്ഷേ കൊലയാളിയുടെ മുഖം മാത്രം ദൃശ്യത്തിലില്ല. പക്ഷേ ഒരേ ശരീരഘടന. തൽക്കാലം ഇതൊന്ന് കൺഫേം ചെയ്യാനാണ് ഞാൻ വന്നത്. ആൻഡ് ബി കെയർഫുൾ. ഞാൻ പറഞ്ഞല്ലോ, കൊലയാളി നിങ്ങൾക്ക് അടുത്ത് തന്നെയുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് മുൻപിൽ തന്നെ ഉണ്ട്. സർ, വരുൺ സാറിനെ പോലെ ഒരാള് ഇത്തരമൊരു ഭീഷണിയിലൂടെ മുന്നോട്ട് പോകുമെന്ന് പറഞ്ഞ കഷ്ടമാണ്. എത്രയും പെട്ടെന്ന് അയാളെ കണ്ടെത്തണം സർ. ഞങ്ങൾ അതിനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. വരുൺ, ഞാൻ ഇറങ്ങും. ഇവർക്ക് കണ്ടെത്താൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്താ ബെഞ്ചമിൻ അങ്ങനെ പറഞ്ഞത്? അല്ല, പോലീസുകാരുടെ എക്സ്ക്യൂസ് നമുക്ക് അറിയാവുന്നില്ല സർ. ഹലോ സാർ. ഹായ് ബെഞ്ചമിൻ, ഞാൻ വിചാരിച്ചതിനേക്കാൾ സ്മാർട്ടാണ് താൻ.
അല്ലെങ്കിൽ ഇത്രയും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ കണിമംഗലം ഗ്രൂപ്പിന്റെ ഓഫീസിൽ നുഴഞ്ഞു കയറാൻ സാധിക്കില്ലായിരുന്നു. ഞാനിപ്പോഴേ വരുണിന്റെ വിശ്വസ്തനായ സുഹൃത്താ. ഞാൻ എന്തെങ്കിലും ഒരു കാര്യം തീരുമാനിച്ചാ ദേ അത് നടത്താൻ വരുണൊന്ന് ആലോചിക്ക പോലുമില്ല. വെരി ഗുഡ്. കണിമംഗലം ഗ്രൂപ്പിന്റെ അടിത്തറ തോണ്ടിയിട്ടേ താൻ അവിടെ നിറങ്ങാവൂ. എന്തായി ACPയുടെ അന്വേഷണമൊക്കെ? രാധികയെ കൊല്ലാൻ ശ്രമിച്ച ആളിലേക്ക് അവരെത്തൂ? അന്വേഷണമൊക്കെ വളരെ വേഗത്തിലാ. അന്വേഷണത്തിന്റെ ഭാഗമായി വരുണിന്റെ ഓഫീസിൽ വരെ അയാളെത്തി. അങ്ങേരുടെ കണ്ടുപിടുത്തങ്ങളൊക്കെ കൊള്ളാം. വരുണിന്റെ ഓഫീസിന് ചുറ്റും നിന്നാണ് കൊലയാളി കാര്യങ്ങൾ പ്ലാൻ ചെയ്തതെന്നാ അയാൾ കണ്ടെത്തിയിരിക്കുന്നത്. ബെഞ്ചമിൻ, സൂക്ഷിക്കണം. എന്റെ മനസ്സിലുള്ള പ്ലാനുകൾ മുഴുവൻ തന്നെ കേന്ദ്രീകരിച്ചാണ്. ഒരിക്കലും താൻ പോലീസിന്റെ പിടിയിലകപ്പെടരുത്. അങ്ങനെ നിസ്സാരമായിട്ട് കീഴടങ്ങുന്നവനായിരുന്നെങ്കിൽ ബെഞ്ചമിനെ സാറ് പരിചയപ്പെടില്ലായിരുന്നു. നമുക്ക് നമ്മുടെ കാര്യങ്ങൾ തീരുമാനിക്കാം. അതില് ഏറ്റവും ആദ്യത്തേത് നിങ്ങൾ ജയിലിൽ നിന്ന് പുറത്തിറങ്ങാമെന്നുള്ളതാണ്. സഹായം അഭ്യർത്ഥിക്കുന്നവർക്കൊക്കെ വേണ്ടത് പണമാണ്. ഇവിടെ കിടന്നുകൊണ്ട് എനിക്കത് അറേഞ്ച് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഞാൻ എന്റെ സഹോദരിയുടെ കാര്യം സാറിനോട് പറഞ്ഞിരുന്നില്ലേ? അവള് സമ്പന്നയാണ്. പണം തരാൻ അവള് തയ്യാറുമാണ്. പക്ഷേ ഏട്ടനും അനിയത്തി ആയാലും ഇടപാടുകൾ വ്യക്തമായിരിക്കണം. ഗൗതം ചില പേപ്പേഴ്സ് ഒപ്പിട്ട് കൊടുത്താൽ അവള് പണം തരും. പിന്നെ ആ പണം എവിടെയാണ് എത്തിക്കേണ്ടതെന്ന് സാറ് പറഞ്ഞാൽ മതി. ശരി, ഒപ്പിടേണ്ട കരാറുകളൊക്കെ ഗൗതം ഒപ്പിട്ട് തന്നോളൂ. പോലീസിലും മറ്റു ഡിപ്പാർട്ട്മെന്റുകളിലും ഒക്കെ ആയിട്ട് പണം വിതരണം ചെയ്യാനുള്ളതാണ്. ഗൗതമിന് ഡീറ്റെയിൽസ് ഒക്കെ അറിയാം. സാറ് എത്രയും പെട്ടെന്ന് ഇറങ്ങണം സാർ. എന്നിട്ട് കണിമംഗലത്ത് അധികാര കസേരയിൽ സാറിനെ ഇരുത്തി തന്നിട്ട് വേണം എനിക്ക് പോവാൻ.